ഞാനെങ്ങനെ ഇവിടെ വന്നു? അയ്യോ, ഹെൽപ് മീ, ഹെൽപ് മീ ചേട്ടാ, അയ്യോ രക്ഷിക്കണേ. അയ്യോ, അതാരാ ഇന്നലെ വന്നത്? ഏഞ്ചലാണ് വരം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭൂതോ പിശാചോ മറ്റോ. അയ്യോ, ഭൂതം നിന്റെ മറ്റവൻ. ഞാൻ ജോൺ, ഏഞ്ചൽ ജോൺ. എന്താണ് ഇന്നത്തെ നിന്റെ ആഗ്രഹം? എടാ വരം. അതെന്താ? എന്തും തരുമോ? തരും. എന്ത് ചോദിക്കും? എന്നാ ഒരു 5 ലക്ഷം രൂപ താ. അഞ്ചല 100 കോടി തരുമോ? 100 കോടി? ഇല്ല, തരൂല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കല്ലടാ, എനിക്കത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ദിവസം ഒരാഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചു തരികയുള്ളൂ. മാത്രമല്ല, ഒരിക്കൽ സാധിച്ചെന്ന ആഗ്രഹം പിന്നെ ചോദിക്കരുത്, തരില്ല, പറഞ്ഞേക്കാം. എന്തുവാ? എടാ, നീ ഇപ്പൊ പണം ചോദിച്ചില്ലേ, ഞാൻ തന്നു. ഇനി പണം ചോദിക്കരുത്, തരില്ല. ഇതെന്തോന്ന് ഏർപ്പാട്? ഇത് ശരിയല്ല ജോണേ. ഏഞ്ചലേ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. അത് പിന്നെ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഏഞ്ചൽ ഇന്നലെ പാമ്പായിരുന്നോ? ഞാനല്ലടാ, നീ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പാമ്പായ ഏഞ്ചൽ എങ്ങനെ പറയാൻ വിട്ടുപോകുന്നത്? എടാ, നീ ആയിരുന്നല്ലോ പാമ്പ്, ഞാനായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത്. അതെ. അപ്പൊ പാമ്പായിരുന്നോണ്ടാ ഞാൻ പറയാൻ വിട്ടുപോയത്. ഇതിലിപ്പോ ആരാ പാമ്പ്? അത് ശരി. ഇനിയിപ്പൊ അത് കണ്ടുപിടിക്കാൻ പാമ്പാട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? മാർത്താണ്ഡനല്ല, മറഡോണ. മറഡോണ. ഒരു രസം. മാലാഖ എന്നെക്കാളും തരികടയാണല്ലോ. അടുത്ത വരം ആലോചിച്ച് ചോദിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ കിട്ടിയത് കൊണ്ട് ജാങ്കോ ആക്കാം. Come on, boys. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ചോദിച്ച കേട്ടില്ലേ? അത് പിന്നെ ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ. തന്നോടല്ലോട് ചോദിച്ചാ. അയാൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാലേ അയാൾ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. വാടകയ്ക്ക് ബെൻസ്, പുതിയ ഡ്രസ്, കുടിക്കാൻ മിരണ്ട. എന്റെ പൈസക്ക് നീ മാത്രം സൂചിച്ചാ മതി. ഒരു രസം. ഇനി എന്നെ എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്യുപ്പൻസ് എത്ര പേരാണ്? ഒരാൾ, മറഡോണ. അപ്പോ ഇദ്ദേഹം? 2 പേർ. ഞാൻ പിന്നെ ഇവിടെ കിടക്കൂടാ. യുവർ ഗുഡ് നെയിം സർ? ഏഞ്ചൽ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ എന്നുള്ള ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. വാട്ട്സ് യുവർ നെയിം? എഡ്വിൻ. സ്വീറ്റ് നെയിം. പേര് പോലെ തന്നെ സുന്ദരിയുമാണ്. താങ്ക് യു. യുവർ നെയിം? നികിത. നിങ്ങളും സുന്ദരിയാണ്. പ്ലീസ് കം സർ. മതി. പോവാം. ശരി. ഇനിയിപ്പോ ആരെ കാണിക്കാൻ? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾ എപ്പോഴൊക്കെയാ കാണാൻ പറ്റുന്നത്? രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ എന്നെ കാണാൻ പറ്റും. അതെന്റെ ഡ്യൂട്ടി ടൈം. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാ? അനാവശ്യം പറയരുത്. ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്? താനൊന്നും മിണ്ടാതിരിടോ. ഒരു മസിൽ പിടുത്തക്കാരൻ. അതെ, എന്നെ ആരൊക്കെ എപ്പോഴൊക്കെ എന്തിനൊക്കെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. പുരിഞ്ചതാ, വാ. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. ഏഞ്ചലിനെ ഇതാരാ വിളിക്കുന്നേ? ഹലോ. എങ്ങനെ? നമ്പർ ശരിയാണോ എന്നറിയാൻ വിളിച്ചതാണെന്നോ? ശരിയായ നമ്പർ തന്നെ. ഓക്കെ, എന്നെ പിന്നെ വിളിക്കൂ. I'll call you later. ഇവിടെ ആവശ്യമില്ലാത്ത ചില അവന്മാരിയിരിക്കുന്നു. ഓക്കെ. ഏഞ്ചൽ, ആരാ വിളിച്ചത്?
എഡ്വിൻ, റിസപ്ഷനിസ്റ്റ്. ഇത്ര പെട്ടെന്ന് അതിനെ വിളിച്ചോ? ഇതപ്പ നമ്പർ കൊടുത്തു. ആ. ഏഞ്ചൽ, ഏഞ്ചൽ, അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടു തരുമോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി. ഫുഡ് അത്ര പോരാ, ജ്യൂസ് തരക്കേടില്ല. ഹലോ റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സർ. 10 കോഫി 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. വെളിയിൽ നല്ല തണുപ്പുണ്ട്, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, വാ. ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോ ഒരാശ്വാസമുണ്ട്. അവന്റെ കാര്യം ആലോചിക്കുമ്പോ ഇപ്പോ എവിടെയാണോ എന്തോ. എവിടെയെങ്കിലും പോട്ടെ ചായ, അങ്ങനെ ഒരു മോനില്ലെന്ന് കരുതിയാ മതി. അതിനു വേണ്ടിയിട്ടല്ലല്ലോ മേരി ഇത്രയും കാലം നമ്മൾ അവനെ പോറ്റി വളർത്തിയത്. ആണും പെണ്ണുമായിട്ടാവും മാത്രമല്ലേ ഉള്ളൂ. എന്റെ പോയി എന്താ ചെയ്ത് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? വന്നേ. ഗുഡ്. കരാട്ടെ പഠിക്കാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കും. അക്രമങ്ങൾ പെരുകുന്ന ഇക്കാലത്ത് ആത്മരക്ഷയ്ക്കായി ഓരോ പെൺകുട്ടിയും കരാട്ടെ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഭാഗ്യത്തിന്. എന്തിനാടാ എമ്മെ തായി എന്നെ കൊണ്ട് തല്ലിക്കുന്നത്? അങ്ങനെ എന്തായാലും നിന്റെ ഗുരുവല്ലേ? അത് ശരി. അപ്പൊ അവരെന്നെ തല്ലിയതിൽ കുഴപ്പമൊന്നുമില്ലല്ലേ? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? നീ പൈപ്പ് കൂടെ കയറി അയാളുടെ അടിച്ചതിന്റെ. അപ്പൊ നിന്റെ ഇന്നത്തെ ആവശ്യം എന്നെ കൊണ്ട് മത്തായിയെ തല്ലിക്കണം അല്ലേ? അതെ, തല്ലുന്ന ആക്ഷൻ ഞാൻ കാണിക്കും. അപ്പൊ അവര് കരുതും നീയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിനക്ക് അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം അല്ലേ? അതെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷെ ഐഡിയ കൊള്ളാം നോക്കണം. ഓക്കെ. ഭാരതത്തിലെ തന്നെ ഒരു മികച്ച കരാട്ടെ മാസ്റ്റർ ആണല്ലോ ഈ എം എ തായി. മത്തായി, ഇതാരടാ എന്റെ ശരിക്കുള്ള പേര് വിളിച്ചത്? ഇവനോ? എന്താടാ അന്ന് കിട്ടിയൊന്നും പോരെ? കിട്ടിയത് തിരിച്ചു തരാനാടാ ഈ ഞാൻ വന്നത്. എങ്ങനെ? ഹായ് ഗേൾസ്. ഏഞ്ചലെ, കുഴപ്പമാവോ? എന്ത് കുഴപ്പമാവനടാ? നീ ചെല്ല്. എന്താടാ തായി, തുടങ്ങാം. മാസ്റ്റർ കറി എടാന്നോ? അജുവേ തുടങ്ങിക്കോടാ. എന്തൊരു പൊക്കം. ആരടാ പറഞ്ഞത്?
മതിയടാ. എടാ മാസ്റ്റർ ആയാലും ഒരു മനുഷ്യനല്ലേ? ഏഞ്ചൽ ഇതിൽ ഇടപെടണ്ട. ഓ അത് ശരി. Hey, look. What a handsome. ഇതാര്? ബിൽ ക്ലിന്റൺ വിത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തോന്ന് ഛേ? ഏഞ്ചലിന് നാണമല്ലേ ഇമാതിരി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ? അതും ജാങ്കോ പിള്ളേരുടെ ഡ്രസ്സ്. രസം. എന്തോന്ന് രസം? ഏഞ്ചലിന് മറ്റേ ഡ്രസ്സുകളാ ചേരുക. ഏത്? ടി വിയിലെ മാലാഹമാരെ പോലെ വെള്ള പൈജാമയും ചുപ്പയോ? അത് തന്നെ. മതി മതി, സത്യം പറയടാ. ഞാൻ ആ പെൺപിള്ളാരുടെ മുമ്പ് ഷൈൻ ചെയ്തതല്ലേ നിന്റെ പ്രശ്നം? അത് തന്നെ. എനിക്ക് ഷൈൻ ചെയ്യാനാ ഞാൻ ഏഞ്ചലിനോട് ആദർശനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ടോ പെൺപിള്ളേരെ കണ്ടപ്പോ കവാത്ത് മറന്നു. പെൺവിഷയത്തില് മാലാഖമാരും കണക്കാ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് വെക്കരുത്, പറഞ്ഞേക്കാൻ കിട്ടൂല. എന്താഗ്രഹം? കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇതിലും ഭേദം അന്ന് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. വാ, നിന്റെ വിചാരം എന്താടാ? ആത്മഹത്യ വലിയ സംഭവമാണെന്ന്? 100% ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഒരു വാതിൽ അടയുമ്പോ 100 വാതിലുകൾ വേറെ തുറക്കുന്നുണ്ട്. അടഞ്ഞ വാതിൽ നോക്കി സങ്കടപ്പെട്ടിരുന്ന തുറന്ന വാതിലുകൾ കാണില്ല. മനസ്സിലായോ? എവിടെ? നിനക്കൊക്കെ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാനും ബസ്സിൽ കയറി പെണ്ണുങ്ങളുടെ ചന്തിക്ക് തോണ്ടാനുമല്ലേ സമയം? എന്തൊക്കെ കാര്യത്തിലാടാ നീയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന? അച്ഛനൊന്ന് അടിച്ച, അമ്മയൊന്ന് വഴക്ക് പറഞ്ഞ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ, എന്തിനധികം TV ചാനൽ വേറൊരാളൊന്ന് മാറ്റിയ ഉടനെ ചെയ്യാൻ ആത്മഹത്യ. ഇട ദൈവം തന്ന ജീവൻ നശിപ്പിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. എന്ത് ദൈവം? 1-ാം നമ്പർ ക്രൂരനാങ്ങിയര്. പണ്ടൊക്കെ മെഴുകുതിരി കത്തിച്ച് എല്ലാ ദിവസവും മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അന്ന് ബൈ പറഞ്ഞതാ ഞാൻ. കണ്ടു പഠിക്കടാ. തോക്കുന്നവനൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണെങ്കിൽ ഖാദർ മൂസ ആത്മഹത്യ റെക്കോർഡിട്ടാണ്. ഇപ്രാവശ്യം ഖാദർ മൂസൊക്കെ റെക്കോർഡ് ഇടുവോ? ബൈ. അറിഞ്ഞില്ലേ മൂസാക്കനെ പാമ്പ് കടിച്ച്? ഒന്നല്ല 30 പാമ്പുകള് ചില്ലിന്റെ കൂട്ടിനകത്ത് വെച്ച് ആൾക്കാരും ഷൈ ചെയ്യാൻ വേണ്ടി മൂസാക്ക ഒരു പാമ്പിനെടുത്ത് ഉമ്മ വെച്ചു. ഇത് കണ്ടതും വലിയൊരു പാമ്പ് ദേഷ്യത്തോടെ മൂസാക്കനെ വട്ടം ചുറ്റിട്ട് ഒറ്റ കടി. ദേഷ്യോ? പാമ്പിനോ? അതെ, എന്റെ ഒരു ഡൗട്ടാ. മൂസാക്ക ഉമ്മ വെച്ചത് കടിച്ച പാമ്പിന്റെ ഭാര്യയായിരിക്കും. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് ഉമ്മ വെച്ചാ ഭർത്താവ് വിടോ? അപ്പൊ ബാക്കി പാമ്പുകളോ? മക്കളായിരിക്കും. സ്വന്തം അമ്മയെ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെച്ചാ മക്കള് സമ്മതിച്ചോ? മൊത്തത്തിലൊരു ഫാമിലി അറ്റാക്ക് ആയിരുന്നു. അല്പം ധൃതിയുണ്ട്, വണ്ടി കത്തിച്ചുട്ടോ. മൂസാക്കനെ പാമ്പിനെ കഴിക്കണം. അല്ല ഡോക്ടറെ. കർത്താവേ, പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണേ. പപ്പയ്ക്ക് സിനിമ ചെയ്യാൻ നല്ലൊരു കഥ ലഭിക്കണേ. മർഡോണയ്ക്ക് നല്ല ബുദ്ധി തോന്നി മടങ്ങി വരണേ. പൈസയൊക്കെ തീരാറായി. എന്നോട് ആരെങ്കിലും പറഞ്ഞോ ലാവിഷ് ആവാൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ഏഞ്ചൽ ഉണ്ടല്ലോ കൂടെ. ഇതാര് കുടിച്ചു? അതവിടെ ഇരുന്ന് മെൽറ്റ് ആകുന്ന കണ്ട് ഞാൻ എടുത്ത് കുടിച്ചു. ബില്ല് അവിടെ ഇരിപ്പുണ്ട്. കോൺസെൻട്രേഷൻ കളഞ്ഞു. ഓ, ഈ പിശാചിന് വേറെ പണിയൊന്നുമില്ലേ? പിശാചല്ലടാ, ഏഞ്ചൽ. ഓ സോഫി, എപ്പ കണ്ടാലും കരകര വർത്താനം ഉപദേശിച്ചു. നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഏഞ്ചൽ ചെയ്യടാ. ഹലോ മർഡോണ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ കാര്യം?